നിങ്ങൾ വീടുകളിൽ നട്ടു വളർത്തുകയാണെങ്കിൽ ഏറ്റവും ഉചിതം അത് തന്നെയാണ്. ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ വാങ്ങിക്കാനും കിട്ടും. അത് കടും മഞ്ഞ നിറത്തിലുള്ളതല്ല, ഒരു ഇളം പെയിൽ കളറോട് കൂടിയ മഞ്ഞരാശിയോട് കൂടിയതാണ് കസ്തൂരി മഞ്ഞൾ. ഇനി അതും പറ്റില്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ ചൂർണം വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫേസ് പാക്ക്, മുഖക്കുരു തടയുന്നതിനുള്ള ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് കസ്തൂരി മഞ്ഞൾ ഫ്രഷ് ആയിട്ട് കിട്ടിയതാണെങ്കിൽ നന്നായി. ഇനി അതല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ ചൂർണം വാങ്ങിയത് റോസ് വാട്ടർ പനിനീരിൽ ചേർത്ത് ചാലിക്കണം. നന്നായിട്ട് അരച്ചെടുക്കാം. കസ്തൂരി മഞ്ഞൾ പനിനീര് ചേർത്ത് അരച്ചെടുക്കുകയോ ഇനി കസ്തൂരി മഞ്ഞൾ ചൂർണമാണ് കിട്ടുന്നതെങ്കിൽ അത് പനിനീരിൽ നന്നായിട്ട് ചേർത്ത് ചാലിച്ചെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ചൂട് പിടിപ്പിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ചാലിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പൊ അതിനു മുൻപായിട്ട് ചെറുപയർ പൊടി ഉപയോഗിച്ചോ കടലമാവ് ഉപയോഗിച്ചോ നമ്മുടെ മുഖം നന്നായിട്ട് ഒരു സ്ക്രബ് ഉപയോഗിക്കുന്ന പോലെ ഉരച്ച് കഴുകി തുടച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് സമയം കഴിഞ്ഞാൽ കഴുകി കളയാനായിട്ട് ഇതുപോലെ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ കടലമാവും, ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ചെറുപയർ പൊടിയും ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇതിനെ പതിവായിട്ട് ശീലിക്കുന്നത് നല്ല മൃദുമുള്ള ചർമ്മം ഉണ്ടാകുന്നതിനും ആ കലകളും സ്കിൻ ടാനും ഒക്കെ മാറുന്നതിന്, അതുപോലെ ചുളിവ്